കർത്താവായ യേശു ക്രിസ്തു ക്രൂശിലൂടെ പറഞ്ഞ നാലാമത്തെ മൊഴി, മർക്കോസ് വിശേഷം 15-ാം അധ്യായം 34-ാമത്തെ വാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുന്നതായിട്ട് പറയുന്ന സമയം 6 മണിക്കൂറാണ്. ഇതിൽ 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ഇരുട്ടുണ്ടായി, അന്ധകാരമുണ്ടായി എന്നാണ് വേദപുസ്തകം പറയുന്നത്. മത്തായി, മർക്കോസ് വിശേഷങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. യഹൂദന്മാരുടെ കണക്കനുസരിച്ച് 6-ാം മണി മുതൽ 9-ാം മണി വരെ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ, നട്ടുച്ച സമയത്ത് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയം തികച്ചും അന്ധകാരമായിരുന്നു. ഈ അന്ധകാരത്തിന് ഒടുവിൽ കർത്താവ് പറയുന്ന വാക്കുകളാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? നിരാശയുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടതിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഭാരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്യമാണ് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന ചോദ്യം. എന്നാൽ ഈ 4-ാമത്തെ മൊഴി ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്നത് ഏറെ പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ വചനങ്ങളാണ്. ദൈവസ്നേഹം എത്രത്തോളം ആഴമായി നമ്മുടെ മേൽ പകരപ്പെടുന്നു എന്നത് വ്യക്തമാക്കുന്ന മൊഴിയാണ് 4-ാമത്തെ മൊഴി. ഈ 4-ാമത്തെ മൊഴി പങ്കുവയ്ക്കുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, തൻ്റെ പിതാവ് തന്നെ കൈവിട്ടു എന്ന വേദനയിൽ ക്രിസ്തു നൽകുന്ന പ്രതികരണമാണ് 4-ാമത്തെ മൊഴി. തൻ്റെ പിതാവും കൂടെ തന്നെ കൈവിട്ടു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോഴുള്ള ക്രിസ്തുവിൻ്റെ നിലവിളിയാണ് 4-ാമത്തെ മൊഴി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ഉടനീളം നാം പരിശോധിക്കുമ്പോൾ ക്രിസ്തു കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഒരു വലിയ പുരുഷാരം യേശുവിനെ പിൻപറ്റുന്നുണ്ട്. സൗഖ്യമാകുവാനും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ കൂടെയുണ്ട്. 12 ശിഷ്യന്മാർ എല്ലാ വേളയിലും കൂടെയുണ്ട്. അനേകം രഹസ്യ ശിഷ്യന്മാരുണ്ട്. കർത്താവ് ഒറ്റയ്ക്കിരുന്നു എന്ന് പറയുന്ന ഇടങ്ങൾ വളരെ ചുരുക്കമാണ്. ചിലപ്പോഴൊക്കെ കർത്താവ് വേറിട്ടിരിപ്പാനും വിശ്രമിപ്പാനും ഒക്കെ ആഗ്രഹിക്കുമ്പോഴും പടകുകയറി മറുകരയിലെത്തുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവിടെയും കാണും. കർത്താവ് വീണ്ടും അവരോട് വചനം സംസാരിക്കും. ഇപ്രകാരം ക്രിസ്തു ഏകനായിരുന്നു എന്ന് പറയുന്ന ഇടങ്ങൾ വളരെ ചുരുക്കമാണ്. എന്നാൽ ഇവിടെ ഈ ക്രൂശിൽ കർത്താവ് ആയിരിക്കുമ്പോൾ കർത്താവ് അക്ഷരാർത്ഥത്തിൽ ഒറ്റയ്ക്കാണ്. ശിഷ്യന്മാർ അധികം കൂടെയില്ല. ക്രൂശിന്റെ ചുവട്ടിൽ കുറച്ച് സ്ത്രീകളും ഒരു ശിഷ്യനും നിൽപ്പുണ്ട്. പക്ഷേ എങ്കിലും ക്രിസ്തുവിന്റെ വേദന ഉൾക്കൊള്ളുവാനോ കർത്താവ് അനുഭവിക്കുന്ന വേദനയുടെ ആഴം തിരിച്ചറിയുവാനോ അവർക്കാർക്കും കഴിയുന്നില്ല. ഇന്നലകളിൽ സമാനമായ ജീവിത സാഹചര്യങ്ങൾ കർത്താവിന് അധികം ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും താൻ മരുഭൂമിയിലേക്ക് ഏകനായിരിക്കുന്ന സമയത്ത് ദൂതന്മാരെ അയച്ച് സംരക്ഷണം നൽകുന്ന ഒരു പിതാവുണ്ട്. രാത്രികാലങ്ങളിൽ പ്രാർത്ഥിപ്പാനായിട്ട് ഗദശമന തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ താനുമായിട്ട് സമ്പർക്കം നടത്തുന്ന, താനുമായിട്ട് സംഭാഷണം നടത്തുന്ന പിതാവിന്റെ സാന്നിധ്യം കർത്താവ് അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പിതാവിന്റെ സാന്നിധ്യം, പിതാവിന്റെ കരുതൽ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു നിമിഷമാണ്. തന്നോടൊപ്പം പിതാവില്ല എന്ന യാഥാർത്ഥ്യം ക്രിസ്തു തിരിച്ചറിയുമ്പോൾ വളരെ വേദനയോടെ കർത്താവ് നിലവിളിക്കുന്ന ശബ്ദമാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഈ മൊഴി നമുക്ക് നൽകുന്ന ഒന്നാമത്തെ ചിന്ത ഏകാന്തതയുടെ മധ്യയുള്ള ക്രിസ്തുവിന്റെ നിലവിളിയാണ് ഇത് എന്നതാണ്. 2, പിതാവായ ദൈവത്തിന്റെ ക്രൂരമായ മൗനത്തെ വെളിപ്പെടുത്തുന്ന മൊഴിയാണ് 4-ാമത്തെ മൊഴി. പിതാവായ ദൈവത്തിന്റെ ക്രൂരമായ മൗനം. മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധത്തെ പല ആവർത്തി കർത്താവ് ഉദാഹരിക്കുന്നുണ്ട്. ഒരു വേള കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു മകൻ അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ അവനെ കല്ല് കൊടുക്കുമോ? അങ്ങനെയെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് എത്രയധികം നിങ്ങൾക്ക് നൽകും എന്നാണ്. ഒരു അപ്പനോട് മക്കൾ ചോദിക്കുന്നത് എന്തും നൽകുന്നവനാണ് പിതാവ്. ആ ഒരു സ്നേഹം ക്രിസ്തു വെളിപ്പെടുത്തുന്നത് താനും ദൈവവും തമ്മിലുള്ള പിതാപുത്ര ബന്ധത്തിലൂടെയാണ്. എന്നാൽ ഇവിടെ ആ ബന്ധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം കർത്താവ് തൻ്റെ പിതാവിനോട് തൻ്റെ വേദനകളുടെ മധ്യ നിലവിളിക്കുമ്പോൾ ആ നിലവിളി പിതാവ് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, പിതാവ് നിശബ്ദനാണ്. എന്തുകൊണ്ടാണ് പിതാവ് നിശബ്ദനായത്? ദൈവത്തിന്റെ ഈ ക്രൂരമായ നിശബ്ദത മാനവ കുലത്തിന് വേണ്ടിയായിരുന്നു എന്നാണ്. മറ്റൊരർത്ഥത്തിൽ ദൈവത്തിന്റെ നിശബ്ദത തെളിയിക്കുന്നത് ദൈവം എത്രയധികം മനുഷ്യരെ സ്നേഹിച്ചിരുന്നു എന്നതാണ്. ക്രിസ്തു വേദനിക്കുമ്പോൾ ദൈവം ആ വേദന കണ്ടില്ല എന്ന് നടിക്കുന്നത് മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലേഖനങ്ങൾ വിവരിക്കുന്നത്, ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ പുത്രനെ നൽകുവാൻ എന്നതല്ല യഥാർത്ഥമായ വ്യാഖ്യാനം. അത് യഥാർത്ഥമായിട്ട് പറയേണ്ടുന്നത്
തൻ്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. തൻ്റെ പുത്രനെ ഈ ലോകത്തിന് വേണ്ടി നൽകി കർത്താവ് നമ്മെ സ്നേഹിച്ചു. പൗലോസ് അപ്പോസ്തലൻ റോമ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ പിതാവ് നമ്മെ സ്നേഹിച്ചു എന്നാണ്. നാം പാപികളായിരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ കൃപയും കരുതലുമാണ് 4-ാമത്തെ മൊഴിയിലൂടെ പ്രകടമാകുന്നത്. തൻ്റെ പുത്രനായ ക്രിസ്തു നിലവിളിക്കുമ്പോഴും പിതാവ് നിശബ്ദനാണ്. കാരണം പിതാവിന്റെ നിശബ്ദത മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ക്രൂശിലെ 4-ാമത്തെ മൊഴി നൽകുന്ന 1-ാമത്തെ ചിന്ത ക്രിസ്തുവിന്റെ ഏകാന്തതയുടെ മധ്യയുള്ള നിലവിളിയാണ്. 2 ദൈവത്തിന്റെ ക്രൂരമായ നിശബ്ദതയാണ്. 3 പാപഭാരത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ കഴിയുന്ന മൊഴിയാണ് 4-ാമത്തെ മൊഴി. പാപഭാരത്തിന്റെ ആഴം തിരിച്ചറിയുന്ന മൊഴി. നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. എത്രയധികം പാപികളാണ് നാം. ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നാം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകളും വീഴ്ചകളുമായിട്ട് താരതമ്യം ചെയ്യാറുണ്ട്. സ്വാഭാവികമായിട്ടും നാം തന്നെ ആശ്വസിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ അത്ര വലിയ പാപിയൊന്നുമല്ല, വലിയ പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളുമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. വേദപുസ്തകത്തിൽ വലിയ പാപമെന്നും ചെറിയ പാപമെന്നും പാപത്തെ വേർതിരിച്ചിട്ടില്ല. ആരൊക്കെയാണോ ദൈവഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്നത്, ആ പ്രവൃത്തി എല്ലാം തന്നെ പാപം തന്നെയാണ്. ആ പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം പാപികൾ തന്നെയാണ്. നമ്മുടെ പാപത്തിന്റെ ഭാരം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നാം ചെയ്യുന്ന പാപത്തിന് അനുസരിച്ച് ശിക്ഷ വിധിച്ചിരുന്നുവെങ്കിൽ എത്ര കഠിനമായ ശിക്ഷയാണ് നമുക്ക് ലഭിക്കുക എന്നത് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ആ പാപത്തിന്റെ ഭാരം എത്ര കാഠിന്യമേറിയതായിരുന്നുവെന്ന് ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് ക്രൂശിലൂടെ കർത്താവ് മൊഴിയുന്ന 4-ാമത്തെ മൊഴിയിലൂടെ നമ്മുടെ പാപം എത്ര കഠിനമാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. പ്രിയ ദൈവജനമേ, നാം ചെയ്യുന്ന ഓരോ തെറ്റുകളും ഓരോ കുറ്റങ്ങളും ഓരോ കുറവുകളും കർത്താവ് കാൽവരിയിൽ വഹിക്കുകയാണ്. 3-ാണിമേൽ കർത്താവ് ക്രൂശിക്കപ്പെടുമ്പോഴും ചാട്ടവാർ കൊണ്ട് തൻ്റെ ശരീരം വലിഞ്ഞു കീറുമ്പോഴും മുൾക്കിരീടം തൻ്റെ ശിരസിലേക്ക് ആഞ്ഞടിച്ച് തലയോട്ട് തകർത്തത് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴുമെല്ലാം നാം തിരിച്ചറിയുക, കർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടല്ല, ഒരു പാപവും ചെയ്തിട്ടല്ല. നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കർത്താവ് കാൽവരിയിൽ ക്രൂശിതനായതാണ്. നാം വഹിക്കേണ്ടുന്ന ഭാരം, നാം വഹിക്കേണ്ട പാപമാണ് കർത്താവ് കാൽവരിയിൽ വഹിക്കുന്നത്. 4-ാമത്തെ മൊഴി, കർത്താവിന്റെ നിലവിളി നമുക്ക് നൽകിയിടുന്ന ബോധ്യം ഇതാണ്, നമ്മുടെ പാപങ്ങൾ എത്ര വലിയ ആഴമേറിയതാണ് എന്നാണ്. വരും ദിവസങ്ങളിലെങ്കിലും പാപത്തെ വിട്ട് ഒരു ജീവിതം നയിക്കുവാനുള്ള തീരുമാനത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. 4-ാമത്തെ മൊഴി അതൊരു നിലവിളി ശബ്ദമാണ്, ക്രിസ്തുവിന്റെ നിലവിളിയാണ്. തൻ്റെ ഏകാന്തതയുടെ മധ്യേ കർത്താവ് നിലവിളിക്കുന്ന നിലവിളിയാണ്. എന്നാൽ 4-ാമത്തെ മൊഴി നമുക്ക് നൽകുന്ന ചില പ്രത്യാശയുടെ അനുഭവങ്ങളുണ്ട്. ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഈ മൊഴിയിലൂടെയാണ്. മറ്റൊന്ന്, ഏകാന്തതയുടെ, ഒറ്റപ്പെടലിന്റെ, തള്ളപ്പെടലിന്റെ വേദന അനുഭവിച്ച കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രത്യാശയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഏകാന്തതകളുടെ മധ്യേ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളുടെ മധ്യേ, നിങ്ങളുടെ ജീവിതത്തിന്റെ തള്ളപ്പെടലുകളുടെ മധ്യേ നിങ്ങൾ ഒറ്റയ്ക്കല്ല, കർത്താവ് കൂടെയുണ്ട്. കാരണം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അതേ ഏകാന്തതയും ഒറ്റപ്പെടലും ജീവിതത്തിൽ അനുഭവിച്ചവനാണ് കർത്താവ്. ശാരീരികമായി നാം പീഡനം അനുഭവിക്കുമ്പോൾ, മാനസികമായി നാം തകർച്ച അനുഭവിക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സമാനമായ ജീവിതാനുഭവത്തിലൂടെ കർത്താവ് കടന്നുപോയവനാണ്. 4-ാമത്തെ മൊഴി ക്രിസ്തുവിന്റെ ബലഹീനതയുടെ പ്രതികരണമല്ല, ദൈവത്തിന്റെ സ്നേഹം എത്രത്തോളം ആഴമേറിയതാണ് എന്ന് വെളിപ്പെടുത്തുന്ന മൊഴിയാണ് 4-ാമത്തെ മൊഴി. ഈ 4-ാമത്തെ മൊഴി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, പാപജീവിതം ഉപേക്ഷിപ്പാൻ, ക്രിസ്തുവിന്റെ അനുയായികളായിട്ട് മാറുവാൻ, ദൈവിക സ്നേഹത്തിന് ആഴം തിരിച്ചറിയുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.